ഇന്ന് സ്വാതന്ത്ര്യദിനം. ഒരുപാട് പേർക്ക് ഈ മെഡലുകളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യയുടെ ഒരു വലിയ അഭിമാനമായിരുന്നു. അപ്പോൾ അത് നയിച്ചവർക്ക് വേണ്ടത്ര പരിഗണന ലഭിക്കുന്നില്ല. എന്തായിരിക്കും? അല്ല, അവർക്ക് പരിഗണന ലഭിക്കാത്തതിൻ്റെ കേസുണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷേ അവർക്ക് ഇപ്രാവശ്യം രാഷ്ട്രപതിയുടെ മെഡലുകൾ കൊടുത്തിട്ടുണ്ട്. അത് പ്രത്യേകം സൂചിപ്പിച്ചത് ഓപ്പറേഷൻ സിന്ദൂർ നയിച്ച 7 പേർക്ക് സർവോത്തം യുദ്ധസേവാ മെഡലാണ് നൽകിയിരിക്കുന്നത്. ലഫ്റ്റനൻറ്റ് ജനറൽമാരായ പ്രതീക് ശർമ്മ, രാജീവ് ഖായ്, വൈസ് അഡ്മിറൽ സഞ്ജയ് ജസ്പ്രീത് സിംഗ്, എയർ മാർഷൽമാരായ നർമ്മദേശ്വർ തിവാരി, നാഗേഷ് കപൂർ, ജിതേന്ദ്ര മിശ്ര, AK ഭാരതി. ഈ 7 പേർക്കാണ് സർവോത്തം യുദ്ധസേവാ മെഡൽ നൽകിയിരിക്കുന്നത്. വ്യോമസേനാ ഉദ്യോഗസ്ഥർക്ക് ആദ്യമായാണ് ഈ മെഡൽ സമ്മാനിക്കുന്നത്. അതായത് ഓപ്പറേഷൻ സിന്ദൂറിന് നമ്മുടെ സർക്കാരും രാഷ്ട്രപതിയൊക്കെ അർഹമായ പരിഗണന തന്നെ കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം, ഈ റിപ്പബ്ലിക് ഡേ വരുന്ന സമയത്തും ഇൻഡിപെൻഡൻസ് ഡേ വരുന്ന സമയത്തൊക്കെ ഈ മെഡൽ, വിശിഷ്ട സേവാ മെഡൽ, അങ്ങനെ പല കാറ്റഗറികളിലെ മെഡൽ കൊടുക്കുന്നത്. പക്ഷേ ആദ്യമായിട്ടാണ് വ്യോമസേനയിലെ ഉദ്യോഗസ്ഥർക്ക് ഒരു മെഡൽ, രാഷ്ട്രപതിയുടെ മെഡലുകൾ കൊടുക്കുന്നത്. അത് ഈ ഓപ്പറേഷൻ സിന്ദൂർ നയിച്ച 7 പേർക്കാണ് കൊടുത്തിരിക്കുന്നത്. സേനയിലെ 4 പേർക്ക് കീർത്തി ചക്ര ബഹുമതിക്കും അർഹരായപ്പോൾ 15 പേർക്ക് വീർ ചക്രയും 16 പേർക്ക് ശൗര്യ ചക്രയും ലഭിച്ചു. കരസേനയിലെ കേണൽ കേശാങ് ലാംബ, ലഫ്റ്റനന്റ് കേണൽ സുശീൽ മുഷി, അങ്ങനെ അവർക്ക്, പിന്നെ അതുപോലെ തന്നെ മലയാളി ബ്രിഗേഡിയർ രാകേഷ് നായർ ഉൾപ്പെടെ 24 പേര് യുദ്ധസേവാ മെഡലിന് അർഹരായി. 26 പേർ വായുസേവാ മെഡൽ നേടി. അപ്പം അതായത് വിവിധ സേനകളിലെ മെഡലുകൾ നൽകുന്ന ഘട്ടത്തിൽ തന്നെ ഓപ്പറേഷൻ സിന്ദൂറിനെയും പരിഗണിച്ചിട്ടുണ്ട്. രാഷ്ട്രപതി, നമുക്കറിയാം, രാഷ്ട്രപതിയുടെ മെഡൽ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലുള്ള ഏതെങ്കിലും സേനയിൽ, പോലീസിലാണെങ്കിൽ പോലും ഒരു സേനയിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരങ്ങളിലൊന്നാണ്. സാധാരണഗതിയിൽ അത് ഈ പറഞ്ഞതുപോലെ ഇൻഡിപെൻഡൻസ് ഡേക്കും റിപ്പബ്ലിക് ഡേക്കുമാണ് കൊടുക്കുന്നത്. നമുക്കറിയാം, മുഖ്യമന്ത്രിയുടെ മെഡലുകൾ പ്രഖ്യാപിക്കാറുണ്ട്. അങ്ങനെ ഈ രാഷ്ട്രപതിയുടെ മെഡലുകൾ പ്രഖ്യാപിക്കുന്നു. അപ്പം നമുക്കറിയാവുന്നതുപോലെ തന്നെ ഈ ഏറ്റവും വലിയ ബഹുമതികളിൽ ഒന്നാണ് ഈ രാഷ്ട്രപതിയുടെ മെഡൽ. അപ്പോൾ അത് ലഭിക്കുക എന്നത് പറയുന്നത് ഏത് സേനയിലുള്ള ആളുകൾക്കും അവർക്ക് രാജ്യം നൽകുന്ന ഒരു അംഗീകാരങ്ങളിൽ ഒന്നായിട്ടാണ് അത് കണക്കാക്കുന്നത്. അതിപ്പം ഇന്ന് പ്രഖ്യാപിച്ചു, ഇനിയിപ്പോൾ വേറെ ഏതെങ്കിലും ദിവസമായിരിക്കും അത് വിതരണം ചെയ്യുക. അപ്പോൾ ഈ സാധാരണഗതിയിൽ ഈ വായുസേനയിലെ ആളുകൾക്ക് ഈ മെഡലുകൾ അങ്ങനെ സമ്മാനിക്കാറില്ല എന്നാണ് അറിയുന്നത്. പക്ഷേ ഇപ്രാവശ്യം ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ പ്രത്യേകത നമുക്കറിയാമല്ലോ. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഇത്രയും നാൾ കണ്ടിട്ടില്ലാത്ത ഒരു വലിയ ഒരു യുദ്ധസന്നാഹത്തിലേക്ക് നമ്മൾ പോയി. നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ അടിച്ചു തുടങ്ങിയല്ല, അവരിങ്ങോട്ട് കയറി മാന്തി നമ്മളെ ശരിക്ക് അങ്ങോട്ട് അടിച്ചങ്ങ് തീർത്ത് കളയുക ചെയ്തത്. അപ്പോൾ അവിടെ ഈ അവരുടെ ആണവ കേന്ദ്രത്തിന് തൊട്ടടുത്ത് വരെ മിസൈൽ പതിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ദൂർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ അഭിമാനമായ ഒരു പദ്ധതിയാണ്. അല്ലെങ്കിൽ അതിന് അംഗീകാരം നൽകിയില്ല, അതിനു വേണ്ടി നേതൃത്വം കൊടുത്ത ആളുകൾ അംഗീകരിച്ചില്ല എങ്കിൽ അതൊരു വലിയ ചർച്ചയായാണ്. തീർച്ചയായിട്ടും. അതായത് ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയുടെ ഒരു അഭിമാനമായിരുന്നു അന്ന്. കാരണം എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ ഇത്തരത്തിൽ പഹൽഗാം ഭീകരാക്രമണം നടത്തി ഒരുപാട് നിരപരാധികളായ, അതായത് സാധാരണ പാവങ്ങൾ, അങ്ങനെയുള്ള ആളുകളെയാണ് കൊന്നത്. മതം നോക്കിയൊക്കെയാണ് അന്ന് കൊന്നത്. അത് വിവാഹം കഴിഞ്ഞ് ഹണിമൂണിന് വന്ന അതിൽ പെട്ട ഒരാളും അതിൽപ്പെട്ടു. അവരുടെയൊക്കെ വേദന നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ അതിനുള്ളൊരു തിരിച്ചടിയായിട്ടാണ് ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയത്. ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത, അത് സൈനിക കേന്ദ്രങ്ങളിലോ അല്ലെങ്കിൽ ആൾപ്പാർപ്പുള്ളിടത്തോ അല്ല പോയി ആക്രമണം നടത്തിയത്. കൃത്യമായി ഭീകരാക്രമണ കേന്ദ്രങ്ങൾ കണ്ട് ഭീകരരെ നശിപ്പിച്ചു. ഭീകരാക്രമണ കേന്ദ്രങ്ങളാണ് തകർത്തത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യ ഒരു ജെന്യുവനായിട്ടുള്ള ഒരു ഓപ്പറേഷനാണ് നടത്തിയത്. അല്ലാതെ അവിടുത്തെ സാധാരണക്കാരെയോ പാവങ്ങളെയോ അല്ല ചെയ്തത്. സിന്ദൂരം വായിച്ചവർക്കുള്ള മറുപടി എന്ന രീതിയിലാണ് അതിന് ഓപ്പറേഷൻ സിന്ദൂർ എന്നുള്ള പേരുമിട്ടത്. അപ്പോൾ അതിൻ്റെ വിജയത്തെക്കുറിച്ചും അതിൻ്റെ മറ്റു കാര്യങ്ങളും ലോകരാജ്യങ്ങളിൽ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ശശി തരൂർ ഉൾപ്പെടെയുള്ള ടീമിനെ നയിച്ചു. എല്ലാ രാജ്യങ്ങളിലും അത് കൃത്യമായി അവതരിപ്പിക്കാനും കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം വാർത്താ സമ്മേളനം നടത്തിയ 2 വനിതാ ഉദ്യോഗസ്ഥർ അതുമൊക്കെ ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു. അപ്പോൾ സ്വാഭാവികമായും അത്തരത്തിൽ അതിന് വേണ്ടത്ര ഒരു പരിഗണന നൽകേണ്ടത് അത്യാവശ്യമാണ്. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പം ഗവർണർ പറഞ്ഞത് വിഭജന ദിനം ആണ് എന്നും പറഞ്ഞിട്ട് പാകിസ്ഥാനെ വിഭജിച്ച ദിനം എന്നുള്ള രീതിയിൽ ഇതിനെ ആ ഒരു രീതിയിലും കൂടെ ഇതിനെ ഈ സ്വാതന്ത്ര്യദിനത്തെ കാണണമെന്ന് കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി. ശരിക്കും പറഞ്ഞാൽ സ്വാതന്ത്ര്യദിനം
ഒരു എല്ലാവരെയും സംബന്ധിച്ച് സന്തോഷമുള്ളൊരു കാര്യമാണ്. കാരണം ബ്രിട്ടീഷുകാരിൽ നിന്ന് ഇന്ത്യയെ മോചിപ്പിച്ചതിൻ്റെ ആ ഒരു സന്തോഷം പങ്കുവയ്ക്കുന്ന ആസാദിക്ക എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ആ ഒരു ദിനത്തിൽ ഈ സ്വാഭാവികമായി വിഭജന ദിനത്തെക്കുറിച്ച് ഓർമ്മിപ്പിച്ചതിനെ നെഗറ്റീവാക്കുന്ന ആ ഒരു നടപടിയും ഇതിൻ്റെ ഭാഗമായി നടക്കുന്നു. വിഭജന ദിനമാണെങ്കിൽ മറ്റ് ഒരുപാട് ദിനങ്ങളുണ്ട്, ഒരുപാട് ദിവസങ്ങൾ അതിനായി തിരഞ്ഞെടുക്കാവുന്ന ദിവസങ്ങളുണ്ട്. കാരണം ഇതുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് മറ്റ് ദിനങ്ങളുണ്ട്. അപ്പോൾ അത് തിരഞ്ഞെടുക്കാതെ ഈ സ്വാതന്ത്ര്യദിനത്തിൽ തന്നെ തിരഞ്ഞെടുക്കുന്നതിലും വിവിധ കോണുകളിൽ നിന്നും എതിർപ്പും ഒക്കെ വന്നിരുന്നു. അപ്പോൾ സ്വാഭാവികമായും ഇതിൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ ചില അപാകതകൾ നടക്കുന്നുണ്ട്. അത് കൃത്യമായി ആ കാര്യത്തിൽ എന്താണ് അത് സംഭവിച്ചതെന്നുള്ളത് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ഈ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് പറയുമ്പോൾ ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ ഇന്ത്യ ഒരു വലിയ ശക്തിയായി മാറിയിട്ടുള്ള ഒരു പോരാട്ടമാണ് ഓപ്പറേഷൻ സിന്ദൂർ. അതായത് അമേരിക്ക പോലും ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യ ഏത് രീതിയിലാണ് പാകിസ്ഥാനെ നേരെ ആക്രമിക്കുന്നതെന്ന് നോക്കി നിന്ന ദിവസങ്ങളാണ്. കാരണം ഇന്ത്യയുടെ കയ്യിൽ എന്തൊക്കെ തരത്തിലുള്ള ആയുധങ്ങളുണ്ടോ അതൊക്കെ ഒരു പരിധിവരെ ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാലും മുഴുവനായിട്ടും ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. നമ്മുടെ ബ്രഹ്മോസ് മിസൈലിൻ്റെ ഒരു പരീക്ഷണ ഘട്ടം കൂടിയായിരുന്നു അത് എന്ന് വേണമെങ്കിൽ പറയാം. ബ്രഹ്മോസ് മിസൈൽ അധികം നമ്മൾ ഉപയോഗിച്ചിട്ടില്ലല്ലോ. അപ്പോൾ അതിൻ്റെ നിർമ്മാണമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു പരീക്ഷണം നടത്തിയാണ് നമുക്ക് എത്ര കിലോമീറ്റർ ദൂരത്തിൽ എത്ര വേഗതയിൽ ഈ സാധനം ടാർഗറ്റിൽ തന്നെ പതിപ്പിക്കാൻ പറ്റൂ എന്ന രീതിയിലുള്ള ഒരു പരീക്ഷണം കൂടി നടത്തി കൃത്യമായിട്ട് 9 ഭീകര കേന്ദ്രങ്ങൾ തകർക്കാൻ പറ്റി. ഇവരുടെ ആണവ കേന്ദ്രമായിട്ടുള്ള കരീന ഹിൽസിൻ്റെ തൊട്ടടുത്ത് ഈ സാധനം കൊണ്ടേ പൊട്ടിച്ചു. പക്ഷേ അത് അവർ സമ്മതിച്ചില്ലായിരുന്നു ആദ്യം. പക്ഷേ പിന്നീട് ഉപഗ്രഹ ചിത്രങ്ങൾ പുറത്തു വന്നപ്പോഴാണ് അവിടെ ഈ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ആണവായുധങ്ങളൊക്കെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതിൻ്റെ തൊട്ടടുത്ത് ഒരു നാശനഷ്ടം സംഭവിച്ചതായിട്ടുള്ള കാണുന്നത്. അപ്പം ബ്രഹ്മോസ് മിസൈൽ വിട്ട് പതിച്ച് ഉണ്ടായ നാശനഷ്ടമാണ് എന്നുള്ളതാണ് പിന്നീട് വന്ന വിവരങ്ങൾ. അപ്പോൾ ഇന്ത്യയും ഏകദേശം കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്ത സ്പോട്ടുകളിൽ തന്നെ മിസൈലുകൾ ചെന്ന് പതിച്ചു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നതും. അന്ന് ഇന്ത്യ തന്നെ വാർത്താ സമ്മേളനത്തിൽ 2 ലേഡി ഓഫീസർമാർ പുറത്തുവിട്ട കാര്യങ്ങളും അതൊക്കെ തന്നെയാണ്. അപ്പോൾ ഈ ഓപ്പറേഷൻ സിന്ദൂറിനെ സംബന്ധിച്ചിടത്തോളം ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ ഇന്ത്യയുടെ പ്രതിരോധ ശക്തി എത്രത്തോളം ഉണ്ട് എന്ന് കാണിച്ചു കൊടുത്ത ആളുകളാണ് അതിൽ പങ്കെടുത്ത ആളുകൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്രയും ആളുകൾ മാത്രമല്ലല്ലോ, ഓപ്പറേഷൻ സിന്ദൂറിൽ നിരവധി ആളുകളുണ്ട്. പക്ഷേ അതിന് നേതൃത്വം നൽകി കൃത്യമായിട്ട് ചിട്ടയോടുകൂടി ആ പ്രവർത്തനം ഏകോപിപ്പിച്ച് വിജയിപ്പിച്ച ആളുകൾ എന്ന നിലയിലാണ് അതിനകത്തെ കുറച്ച് ആളുകൾക്ക് പ്രധാനപ്പെട്ട മെഡലുകൾ നൽകിയത്. എനിക്ക് തോന്നുന്നു ഈ വരുന്ന കാലങ്ങളിലൊക്കെ അതിൽ പങ്കെടുത്ത എല്ലാവർക്കും മെഡലുകൾ നൽകാൻ സാധ്യതയുണ്ട്. കാരണം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഇത്തരത്തിലൊരു യുദ്ധത്തിലേക്ക്, ഇത്രയും ഭീകരമായൊരു യുദ്ധത്തിലേക്ക്, കാർഗിൽ യുദ്ധമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അത് കാർഗിൽ നമ്മളിടുന്ന് പിടിച്ചടക്കിയ സംഭവം നമ്മൾ അവരെ ഓടിച്ച് നമ്മൾ തിരിച്ചു പിടിച്ചു. അതൊക്കെ ആണെങ്കിൽ പോലും ഇവിടെ വന്ന് ആക്രമണം നടത്തി തിരിച്ചുപോയ ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ അവരുടെ താവളങ്ങളിൽ അടിച്ച് അവരുടെ 9 ഭീകര കേന്ദ്രങ്ങൾ നശിപ്പിക്കുകയും അവിടെ ആളുകൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ, സിവിലിയൻ സാധാരണക്കാരായ ജനങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിൽ അവിടെ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഭാഗമായിട്ട് അടിച്ച് തകർത്തതിൻ്റെ കൃത്യമായിട്ടുള്ളൊരു പ്ലാനിംഗ് ഉണ്ട്, കൃത്യമായിട്ടുള്ളൊരു പദ്ധതിയുണ്ട്. അത് നടപ്പിലാക്കിയതിൻ്റെയാണ് ഇത്രയും ആളുകൾക്ക് അംഗീകാരം. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്ത്യ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ചെടുത്ത പല ആയുധങ്ങളും അത് ഈ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഭാഗമായിട്ട് ഉപയോഗിക്കാൻ സാധിച്ചു. ഇപ്പോഴും തദ്ദേശീയമായിട്ട് ഇപ്പോൾ തേജസ് അതുപോലുള്ള യുദ്ധവിമാനങ്ങളൊക്കെ നമ്മൾ നിർമ്മിക്കുന്നുണ്ട്. അപ്പം ഈ നമ്മൾ നിർമ്മിക്കുന്ന യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടെ ഇതുപോലുള്ള ഘട്ടങ്ങളിൽ നമുക്ക് പരീക്ഷണം നടത്താൻ സാധിക്കും. അപ്പം നമ്മൾ കൃത്യമായിട്ട് ഇങ്ങനെയുള്ള സമയങ്ങളിൽ അത് പരീക്ഷണം നടത്തി വിജയിപ്പിക്കുകയാണ് എങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് കൃത്യമായിട്ടുള്ള അംഗീകാരം ലഭിക്കും എന്നുള്ളതാണ് നമുക്കിതിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നത്.